നമസ്കാരം. അൻവറിൻ്റെ വെളിപ്പെടുത്തലെല്ലാം മുഖ്യ മന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നിരവധി പേർക്ക് പരിക്കുപറ്റി. ലാത്തിയടിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് ചോരയിൽ കുളിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് ഉൽക്ക എന്ന പോലെ പോലീസിൻ്റെ നരനായാട്ട് എന്ന പറഞ്ഞു പഴകിയ പല്ലവിയുമായി നേതാക്കൾ ഹാജർ. പോലീസിനെ അതേ നാണയത്തിൽ നേരിടും, അവരുടെ തൊപ്പിയിൽ അപ്പിയിടും, മുഖ്യമന്ത്രിയെ ഉപ്പിലിട്ട് ചമ്മന്തിയാക്കും എന്നൊക്കെ ഒരു നേതാവ് ആക്രോശിച്ചപ്പോൾ ഇത്തരത്തിൽ പോലീസിനെ കയറൂരി വിട്ടാൽ കറന്ന് പാലെടുക്കും എന്ന ക്രോധാവേശവുമായി അടുത്ത നേതാവും എത്തി. പോലീസും കയറും തമ്മിൽ എന്താണ് ബന്ധമെന്നോ, എവിടെയാണ് പോലീസിനെ കെട്ടിയിട്ടതെന്നോ, കെട്ടിയിട്ട പോലീസിനെ ആരാണ് കയറൂരി വിട്ടതെന്നോ എന്നൊന്നും ആരും ചോദിക്കരുത്. അതൊന്നും ഇപ്പറയുന്ന ആർക്കും അറിയില്ല. പണ്ട് വൈപ്പിൻകരയിലെ ഒരു പഞ്ചായത്ത് അംഗം പഞ്ചായത്ത് യോഗം കൂടിയപ്പോൾ ഈ ഭരണം ലക്കും ലഗാനുമില്ലാതെ മുന്നോട്ട് പോവുകയാണ് എന്ന് പ്രസംഗിച്ചു. അപ്പോൾ ഭരണപക്ഷത്തു നിന്നുള്ള ഒരംഗം ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, ലക്ക് എന്താണെന്ന് മനസ്സിലായി, എന്താണ് ഈ ലഗാൻ? പ്രതിപക്ഷ അംഗം നിന്ന് വിയർത്തു. എന്നിട്ട് അത് നാട്ടിലൊക്കെ പറയുന്ന ഒരു പ്രയോഗമാണ്, ശൈലിയാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. ഭരണപക്ഷത്തുള്ളവർ വിടാൻ കൂട്ടാക്കിയില്ല. നാടൻ ശീലാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം, എന്നാൽ ലഗാൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ട് പ്രസംഗം തുടർന്നാൽ മതി. ഇതായിരുന്നു അവരുടെ വാശി. ഒടുവിൽ പ്രസംഗത്തിന് ഒരു ലഗാനുമില്ലാതായപ്പോൾ ആ അംഗത്തിന് കൂടുതലൊന്നും പറയാതെ ഇരിക്കേണ്ടി വന്നു. ഈ പറഞ്ഞതുപോലെ പോലീസിനെ കയറൂരി വിട്ടു എന്നത് ആര് ഭരിച്ചാലും പോലീസ് തല്ലിയാൽ ഉടൻ പ്രതിപക്ഷം നടത്തുന്ന ഒരു പ്രയോഗമാണ്, അത്ര തന്നെ. പാർട്ടി ഏതായാലും അണികൾക്ക് തല്ലുകൊണ്ടു എന്നറിഞ്ഞ് ഇന്നോവ കാറിൽ സ്ഥലത്തെത്തുന്ന നേതാക്കൾ അങ്ങനെ പ്രയോഗിക്കണമെന്നത് ഒരു നാട്ടുനടപ്പാണ് ഇപ്പോൾ. പിണറായി വിജയൻ എന്നല്ല ഒരു മുഖ്യമന്ത്രിയും സമരം കൊണ്ട് രാജിവെച്ച ചരിത്രമില്ല. EMSനെ ഈയം പൂശി ഈയല് പോലെ പറപ്പിക്കുമെന്ന് വിളിച്ച് പള്ളിയിലച്ഛന്മാരും പിള്ളയച്ഛന്മാരും കൂടി വിമോചന സമരം നടത്തിയിട്ട് EMS രാജിവെച്ചോ? കാര്യം നടക്കില്ല എന്ന് വന്നപ്പോൾ ജവഹർലാൽ നെഹ്റു EMS സർക്കാരിനെ പിരിച്ചുവിടുകയാണല്ലോ ഉണ്ടായത്. പോലീസ് അതിക്രമത്തിൻ്റെ പേരിലും അതിനെതിരെ നടത്തിയ സമരത്തിൻ്റെ പേരിലും രാജിവെക്കാനാണെങ്കിൽ കെ കരുണാകരനും EK നായനാരും ഉമ്മൻചാണ്ടിയുമൊക്കെ എത്ര തവണ രാജിവെക്കണമായിരുന്നു. നേതാക്കന്മാരെ വല്ല നടപ്പുള്ള കാര്യത്തിനും വേണ്ടിയാവണം യുവാക്കളെ ഇങ്ങനെ തെരുവിലിറക്കി വിടാനായിട്ട്. ഒരിക്കലും നടക്കില്ല എന്നുറപ്പുള്ള മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് അപ്പനെയും അമ്മയും പള്ളിമുറ്റത്തും അമ്പലനടയിലും കൊണ്ടുപോയി നട തള്ളുന്നത് പോലെ പാവപ്പെട്ട യുവാക്കളെ ഇങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നട തള്ളുന്നത് ശുദ്ധ അസംബന്ധമാണ്. നാളുകളിൽ അധ്വാനിച്ച് കുടുംബം പോറ്റേണ്ട കുട്ടികളെയാണ് ഇങ്ങനെ പോലീസുകാർക്ക് മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത് ഭിന്നശേഷിക്കാരും നിത്യരോഗികളുമൊക്കെ ആക്കുന്നത്. നേതാക്കളുടെ തല്ലുകൊള്ളികളായ യുവജന സംഘടനകളും വെറുതെ ഇങ്ങനെ എരിയും വെയിലത്ത് കൈലി കുത്തി നടക്കരുത്. പകരം എല്ലാവരും ചേർന്ന് ഒരു സർവേ നടത്തണം. നിങ്ങളുടെ നേതാക്കളുടെ എത്ര മക്കൾ സമരമുഖത്ത് ഇങ്ങനെ തല്ലുവാങ്ങി ചോര വാർന്ന് നിൽക്കുന്നുണ്ട്? തല്ലുവാങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന നേതാക്കളുടെ മക്കളൊക്കെ എവിടെയാണ് ഉള്ളത്? തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം സർവേയിൽ ഉൾപ്പെടുത്താം. സമാനതകളില്ലാത്ത പോലീസ് അതിക്രമം എന്നൊക്കെ ഒരു പ്രാസത്തിന് പറയാമെന്നല്ലാതെ ഭരിക്കുന്നവർ കയർ ഊരിവിട്ടാലും ഇല്ലെങ്കിലും പോലീസ് എന്നും പോലീസ് തന്നെയാണ്. അതിനാൽ നേതാക്കളെ, പാവപ്പെട്ട കുട്ടികളെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ വിട്ടുകൊടുക്കാതെ നേതാക്കൾ തന്നെ മുന്നിൽ വന്നു നിന്ന് പോലീസിന് തലയും നെഞ്ചും മുതുകുമൊക്കെ കാണിച്ചു കൊടുക്കുക. തല്ലുവാങ്ങി കുട്ടികൾക്ക് മാതൃക കാട്ടിക്കൊടുക്കുക. നല്ല നാല് തല്ല് കൊള്ളാത്തതിൻ്റെ കുഴപ്പം പാർട്ടി വ്യത്യാസമില്ലാതെ നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളതാണ്.